സഭയുടെ ദൗത്യം പഠിപ്പിക്കുക, വിശദീകരിക്കുക, നയിക്കുക. ഈ മൂന്നാണ്. സഭയുടെ ശത്രു പിശാചാണ്. ഈ പിശാചം പ്രസംഗിക്കുന്നുണ്ട് വാക്കുകൊണ്ട് മാത്രമല്ല, ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളിലൂടെ കേൾക്കുന്നുണ്ട്. കുറച്ചേ കേട്ടുള്ളൂ, ദൃശ്യം കൂടുന്നുണ്ട്. വള്ളപ്പള്ളി പിതാവ് ഞങ്ങളോട് പറഞ്ഞ കാര്യമാണ്, വയസ്സ് എന്നാലും വയസ്സനാകരുത്. പിതാവിന്റെ കയ്യിൽ ഒരു പഴയ ക്യാമറ ഉണ്ടെന്ന് കേട്ടു. ഈ ഫോട്ടോഗ്രാഫിയോട് എങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണോ? അതെങ്ങനെയാണ് ഉണ്ടായത്? എനിക്ക് വളരെയധികം ഇഷ്ടമായിരുന്നു ഫോട്ടോഗ്രാഫിയോടെ. സിറോ മലബാർ സഭയിലെ തലശ്ശേരി അതിരൂപതയുടെ മുൻ മെത്രാപോലിത്ത മാർ ജോർജ് വലിയമറ്റം 1938 സെപ്റ്റംബർ 16 കോട്ടയം ജില്ലയിലെ പുന്നത്തറയിലാണ് ജനനം. 1963 നവംബർ 30 റോമിൽ വെച്ച് മാർ വള്ളോപ്പള്ളി പിതാവിൽ നിന്ന് പൗരോഹിത്യം സ്വീകരിക്കുന്നു. 1967 റോമിൽ നിന്ന് തിരിച്ചുവന്ന് കോടഞ്ചേരി ഇടവകയിൽ അസിസ്റ്റന്റ് വികാരിയായും തലഞ്ഞി ഇടവകയിൽ വികാരിയായും സേവനം ചെയ്തു. 1968 മാർ വള്ളോപ്പള്ളി പിതാവിൻ്റെ സെക്രട്ടറിയായി രൂപതയുടെ ആസ്ഥാനത്ത് പ്രവർത്തനം ആരംഭിച്ചു. തുടർന്ന് രൂപതയുടെ ചാൻസലറായി നീണ്ട 18 വർഷക്കാലം രൂപതയുടെ ഭൗതിക സാഹചര്യങ്ങൾ വളർത്തുന്നതിനും ആത്മീയ ഉണർവിനു വേണ്ട പദ്ധതികൾക്കും മാർ വള്ളോപ്പള്ളിയോടൊപ്പം വലം കൈയായി പ്രവർത്തിച്ചു. കാറ്റഗിസം, മിഷൻ ലീഗ്, തലശ്ശേരി രൂപത സോഷ്യൽ സർവീസ് സൊസൈറ്റി ഡയറക്ടർ, രൂപത ട്രിബ്യൂണൽ ജഡ്ജ്, സെമിനാരി റെക്ടർ, വൊക്കേഷൻ ഡയറക്ടർ എന്നീ നിലകളിലെല്ലാം പ്രവർത്തിച്ച മാർ ജോർജ് വലിയമറ്റം പിതാവിൻ്റെ നേതൃത്വത്തിലും ചുമതലയിലുമാണ് തലശ്ശേരി രൂപത സന്ദേശ് ഭവൻ സ്ഥാപിതമാകുന്നത്. കർണാടകയിലെ ഷിരാഡി ഇടവകയുടെ വികാരിയായിരിക്കെ 1989 മെയ് 1 തലശ്ശേരി രൂപതയുടെ മെത്രാനായി നിയമിതനായി. 1995 തലശ്ശേരി രൂപത അതിരൂപതയായി ഉയർത്തപ്പെട്ടപ്പോൾ അദ്ദേഹം അതിൻ്റെ ആദ്യത്തെ മെത്രാപോലിത്തയായി. മലയോരത്ത് കേന്ദ്രീകരിച്ചിരുന്ന കുടിയേറ്റക്കാരെ നഗര ജീവിതത്തെ ആകർഷിക്കുവാനും മക്കൾക്ക് നല്ല വിദ്യാഭ്യാസ അവസരങ്ങൾ ഒരുക്കാനും വേണ്ട നടപടികൾ എടുത്തു. കണ്ണൂർ, തളിപ്പറമ്പ്, പയ്യന്നൂർ, കാഞ്ഞങ്ങാട്, പടന്നക്കാട്, കാസർഗോഡ് എന്നീ തീരദേശ പട്ടണങ്ങളിൽ ഹൈവേ സൗകര്യമുള്ള ഇടങ്ങളിലെല്ലാം പുതിയ ഇടവകൾ സ്ഥാപിക്കാൻ അനുമതി നൽകുകയും വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്തു. എഞ്ചിനീയറിംഗ് കോളേജ് ഉൾപ്പെടെ ധാരാളം പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുവാൻ തയ്യാറായി. ചെമ്പേരി വിമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് രാജ്യത്തിന് പുറത്തുപോലും അറിയപ്പെടുന്ന ഒരു സ്ഥാപനമാണ്. ബെൽത്തങ്ങാടി, ഭദ്രാവതി, മാണ്ഡ്യ രൂപതകൾ സ്ഥാപിക്കുന്നതിന് മാർ വലിയമറ്റത്തിൻ്റെ പങ്ക് വളരെ വലുതാണ്. വിശുദ്ധ അൽഫോൻസ, വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ പാപ്പ, വിശുദ്ധ മദർ തെരേസ എന്നിവരുടെ പേരിൽ സിറോ മലബാർ സഭയിൽ പുതിയ ഇടവുകളും ധ്യാനകേന്ദ്രങ്ങളും ആരംഭിക്കുവാനുള്ള അനുമതിയും സഹായവും ചെയ്തു കൊടുത്ത പിതാവാണ് മാർ വലിയമറ്റം. 2014 സഭാപരമായ ചുമതലകളിൽ നിന്ന് അദ്ദേഹം വിരമിച്ചു. ഇപ്പോൾ അദ്ദേഹം തലശ്ശേരി അതിരൂപതയുടെ എമിരിറ്റസ് മെത്രാപോലിത്തയാണ്. പിതാവെ, ഇടേ ശബ്ദത്തിലേക്ക് സ്വാഗതം. പിതാവ് ഇപ്പോൾ വിശ്രമകാലമാണ്. എങ്ങനെയാണ് പിതാവിൻ്റെ വിശ്രമകാലം ചെലവഴിക്കുന്നത് ഒന്ന് പറയാമോ? അപ്രകാരമൊരു ചോദ്യം ഇപ്പോൾ ഉദിക്കുന്നില്ല. എല്ലാവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ജീവിക്കേണ്ടത് ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ചാണ്. ദൈവത്തിൻ്റെ ഇഷ്ടത്തെ
ആ ദൈവത്തിനനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് എല്ലാവരുടെയും കടമ. അത് ദൈവത്തിനനുസരിച്ച് ജീവിക്കാനായിട്ട് എൻ്റെ കഴിവനുസരിച്ച് ഞാൻ പരിശ്രമിക്കുന്നു. ഇപ്പൊ എവിടെയാണ് താമസിക്കുന്നത് പിതാവ്? തലശ്ശേരി ബിഷപ്സ് ഹൗസിന് അടുത്ത് സെൻറ് ജോസ് ഹോം ഒരു ഭവനമുണ്ട്. ആ ഭവനത്തിൽ 1ാമത്തെ നിലയിൽ എനിക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളും ചാപ്പലും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അവിടെയാണ് ഞാൻ താമസിക്കുന്നത്. പിതാവിന്റെ പൗരോഹിത്യ സ്വീകരണത്തിന് ഉണ്ടായ പ്രചോദനം അതൊന്ന് പറയാമോ? തീർച്ചയായിട്ടും പറയാം. ഒരു വൈദികനാകുവാൻ ഞാൻ ആഗ്രഹിച്ചതും പോയതുമൊക്കെ ചിലർക്ക് അനുഭവിച്ചിട്ടുള്ള വലിയ അത്ഭുത വെളിവുകാടുകളൊന്നും എനിക്കുണ്ടായിട്ടില്ല. എന്നാലും എൻ്റെ കുടുംബം, എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ സാധാരണ കർഷകരായിരുന്നു. അവർ സഭയോട് കാണിച്ചിരിക്കുന്ന വിശ്വാസത്തിന് കാണിച്ചിരിക്കുന്ന പിൻഗണന ഒക്കെ എൻ്റെ ജീവിതത്തിന് ഇപ്രകാരം ഏത് ജീവിതാന്തസ് തിരിഞ്ഞെടുക്കുന്നതിന് പ്രചോദനമായിട്ടുണ്ട്. അതിനേക്കാളുപരിയായിട്ട് ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ചെറുപുഷ്പ മിഷൻ ലീഗിൻ്റെ ഒരു അംഗമായിരുന്നു. ചെറുപുഷ്പ മിഷൻ ലീഗ് ആരംഭിച്ച കാലമായിരുന്നു. ചെറുപുഷ്പിൻ്റെ സ്ഥാപകപിതാക്കന്മാരായിട്ടുള്ള കുഞ്ഞേട്ടന്, സി അബ്രാഹം എനിക്ക് വളരെയധികം വ്യക്തമായിട്ട് പരിചയമുണ്ട്. കുഞ്ഞേട്ടന് എൻ്റെ ആദ്യ ചങ്ങനാശ്ശേരി രൂപതയുടെ പുന്നത്രയാരുടെ പേര് അടുത്ത മിഷൻ ലീഗിൽ ഞാൻ അംഗമായിരുന്നു. വ്യക്തിപരമായിട്ട് കുഞ്ഞേട്ടനായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. കുഞ്ഞേട്ടന് നിങ്ങളെല്ലാവരും അറിയാവുന്ന പോലെ ദൈവവിളി പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ആത്മായ അപേക്ഷിതനായിരുന്നു. ആ കുഞ്ഞേട്ടൻ്റെ എഴുത്തുകളും മറ്റുമൊക്കെ എന്നെ ഒത്തിരി വൈദികനായിട്ട് പ്രേരിപ്പിച്ചിട്ടുണ്ട്. അതിന് പ്രത്യേകമായിട്ട് ദൈവവിളി സ്വീകരിക്കുന്നത് ഒരു ചെന്നപ്പോൾ ആഗ്രഹിച്ചു കഴിയുമ്പോഴേക്കും ഒരിക്കലും കുഞ്ഞേട്ടനെ ഞാൻ കാണുകയുണ്ടായി. ഞാൻ കാണുമ്പോഴേക്കും പിതാവിനെ കാണാൻ ഞാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ കുഞ്ഞേട്ടൻ എന്നോട് പറഞ്ഞ കാര്യം ഇപ്പോൾ ഞാൻ ഓർമ്മയിലുണ്ട്. കുഞ്ഞേട്ടൻ പറഞ്ഞു, പിതാവ് എന്നെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ഞാൻ എന്നാ പറയേണ്ടതെന്നൊക്കെ ചോദിക്കും. കുഞ്ഞേട്ടൻ പറഞ്ഞു, പിതാവ് ചോദിക്കും എന്തിനാ അച്ഛനാൻ പോകുന്നതെന്ന്. അപ്പോൾ കുഞ്ഞേട്ടൻ എന്ന് എന്നോട് പറഞ്ഞു, ഞാൻ അച്ഛനാൻ പോകുന്നത് ഒരു വിശുദ്ധനാകാനാണ്. ആ കുഞ്ഞേട്ടൻ്റെ ആ വലിയ വാക്കുകൾ തന്നെയായിരുന്നു. കുഞ്ഞേട്ടൻ മിഷൻ്റെ പ്രവർത്തിച്ച പ്രവർത്തനം ഈ ദൈവവിളി സ്വീകരിക്കുന്നതിനായിട്ട് എന്നെ ഒത്തിരി പ്രചോദിപ്പിച്ചിട്ടുണ്ട്. അതിലുപരിയായിട്ട് 1953 മലബാർ കുടിയേറ്റത്തിൻ്റെ ഒരു പ്രത്യേകമായിട്ടൊരു സാഹചര്യത്തിൽ വള്ളോപ്പള്ളി പിതാവ്, കുടിയേറ്റക്കാട് പിതാവ് തലശ്ശേരി രൂപതയുടെ അഡ്മിനിസ്ട്രേറ്ററായിട്ട് നിയമിക്കുകയും ശേഷം 56 മെത്രാനായിട്ട് അഭിഷേകം ചെയ്യുകയും ചെയ്തു. ആ കാര്യത്തിൽ 53 തന്നെയാണ് എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ മലബാറിലേക്ക് കുടിയേറിയത്. അപ്പോഴും ഞാൻ സ്കൂളിൽ നാട്ടിൽ പിന്നെ പഠിച്ചുകൊണ്ടിരുന്നത്. എങ്കിൽ പോലും അവധിക്കാലത്ത് ഇവിടെ വരുമായിരുന്നു. ഇവിടെ വരുമ്പോഴേക്കും ഇവിടെ അച്ഛന്മാരില്ല. വെള്ളപ്പള്ളി പിതാവ് ഇവിടെ വന്നപ്പോഴേക്കും 4 അച്ഛന്മാരുമായിട്ടാണ് വന്നത്. ഒത്തിരി പള്ളികളെന്ന് പറഞ്ഞാൽ നാമമാത്രമുള്ള പള്ളികളിൽ ചെറിയ കേന്ദ്രങ്ങൾ. അപ്പോൾ അത് കണ്ടപ്പോഴേക്കും വൈദികരുടെ ദാരിദ്ര്യം മനസ്സിലാക്കി. അപ്പോഴാണ് എൻ്റെ മനസ്സ് തോന്നി ഇതുകൊണ്ട് എനിക്കും ഒരു അച്ഛനായി. അന്ന് കോടഞ്ചേരി പള്ളിയിലെ വികാരിയായിരുന്ന ദുസ്തേവസൻ, കർമ്മലിത്താസഭയപ്പെട്ട ദുസ്തേവസനായിരുന്നു. ആ ദുസ്തേവസനോട് അന്ന് തുടങ്ങി വളരെയധികം മാത്രമുള്ള എന്നെ ഇത്രമാത്രം കൊണ്ട് പ്രേരിപ്പിച്ചത് ആ കുടിയേറ്റത്തിൻ്റെ ആരംഭകാലത്തുണ്ടായിരുന്ന അച്ഛന്മാരുടെ ആ ജീവിത മാതൃക. ഈ പാവട്ടർക്ക് വേണ്ടി ഒന്നുമില്ലാത്ത പരിസ്ഥിതിയാണ്. അപ്പോൾ അതുപോലെ ഒരു അച്ഛനാണെന്ന് ആഗ്രഹിച്ചാണ് ഞാൻ വൈദികനാൻ പോകുന്നത്. തീർച്ചയായിട്ടും ആ ജീവിതത്തിൽ അച്ഛനായതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. വള്ളോൾ പിതാവിന് അച്ഛൻ വരാത്ത കാലത്ത് പിതാവിനെ വൈദ്യനാക്കി. നിങ്ങൾക്കറിയാവുന്ന പോലെ തലശ്ശേരി രൂപത ആദ്യത്തെ സീറോ മലബാർ മിഷൻ രൂപതയാണ്. ആദ്യത്തെ മിഷൻ രൂപതയാണ്. സീറോ മലബാർ സഭ ചരിത്രത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ പമ്പാ നദിക്കും ഭാരതപ്പുഴയ്ക്കും ഒതുക്കപ്പെട്ടിരുന്നു. അതിന് പുറത്ത് നമുക്ക് സുവിശേഷം ശ്രമിക്കാനായിട്ടൊന്നും സാധിക്കില്ലായിരുന്നു. അപ്പം അതിന് പുറത്ത് ഈ സുവിശേഷം പരിശ്രമിക്കുന്നതിനുള്ള നമുക്ക് അവകാശം കിട്ടത് വെള്ളപ്പള്ളി പിതാവ് അഡ്മിനിസ്ട്രേറ്ററായിട്ട് ഈ മലബാറിലത്തെ തലശ്ശേരി രൂപത ഉണ്ടായപ്പോഴാണ്. അതിനുശേഷമാണ് ഇന്ന് ലോകം മുഴുവനും സീറോ മലബാർ സഭയ്ക്ക് ഈ അധികാരമുണ്ട്. അതെല്ലാവരും ആരംഭം ഇവിടെ വെച്ചാണ്. അപ്പം അന്ന് ഈ തലശ്ശേരി രൂപതയ്ക്ക് തീർന്ന് പറഞ്ഞ് മിഷന് പോകുന്നതായിട്ടാണ് കണക്കാക്കിയത്. മിഷൻ ഡയസിസ് അതായിട്ട് കാണിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും അന്നുള്ള അച്ഛന്മാരുടെ ആ ബുദ്ധിമുട്ടുകളും അന്നത്തെ വൈദികരുടെ വൈദികരുടെ ആ തീക്ഷ്ണ പ്രവർത്തനവും ജനങ്ങളുടെ വൈദ്യനെ കിട്ടുകൊണ്ട് ആഗ്രഹമൊക്കെയാണ് വൈദികരാകട്ടെ എന്നെ പ്രേരിപ്പിച്ചത്.
പിതാവ് മാതാപിതാക്കളെ കുറിച്ച് പറഞ്ഞപ്പോൾ അവർ കർഷകരായിരുന്നു, കുടിയേറ്റ കർഷകരായിരുന്നു എന്ന് പറഞ്ഞു. ഈ കുടിയേറ്റ കർഷകരുടെ കഷ്ടപ്പാടുകൾ നേരിട്ട് കണ്ടറിഞ്ഞൊരു പിതാവാണ്. തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് എന്താണ് പിതാവിന് പറയാനുള്ളത്? വസ്തു നമ്മുടെ ഇന്നത്തെ രീതിയിൽ ഇവിടെ പ്രദേശത്ത് മാറിയിട്ടുണ്ടെങ്കിൽ പോലും ഈ മലബാറിലേക്ക് കുടിയേറിയത് ഇവിടെ ജോലി കിട്ടിയാൻ വേണ്ടിയല്ല വന്നത്, മണ്ണ് അന്വേഷിച്ച് വന്നതാണ്. മണ്ണ് അന്വേഷിച്ച് കർഷകരായിട്ടാണ് വന്നതാണ്. ഇന്ന് ഈ മലബാറിൻ്റെ പിന്നീടൊക്കെ ഒന്നാമത്തെ ഇത് മലബാർ, തിരുവിതാംകൂറും കൊച്ചി മലബാറുമായിരുന്നു. ഇന്ന് കേരളമായിട്ടുണ്ടെങ്കിൽ ഈ മലബാറിലെ ഈ വിധത്തിലുള്ള വികസനത്തിൻ്റെ, കാർഷിക ഇനത്തിലുള്ള വികസനത്തിനൊക്കെ ഏറ്റവും വലിയ പങ്ക് വഹിച്ചിട്ടുള്ളത് ഈ കുടിയേറ്റക്കാരായിരുന്നു. അതിനുശേഷം അത് മാത്രം, അതിന് ശേഷമാണ് വിദ്യാഭ്യാസ രംഗത്തേക്കും മറ്റുള്ള എല്ലാത്തേക്കും അവർ ഇറങ്ങി പുറപ്പെട്ടത്. ഇപ്പോൾ നമ്മുടെ സാമൂഹിക രാഷ്ട്രീയ മേഖലകളെല്ലാം മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ ഒരു പുതുയുഗത്തിൽ സഭയുടെ ദൗത്യത്തെക്കുറിച്ച് എന്താണ് പിതാവിന് പറയാനുള്ളത്? സഭയുടെ ദൗത്യത്തെ സംബന്ധിച്ചോളം ഒരിക്കലും മാറ്റമില്ല. ആദ്യം പിതാവായ ദൈവം നിശ്ചയിച്ച ദൗത്യമാണ് ഇന്ന് ദൗത്യമുള്ളത്. ആ സഭയുടെ ദൗത്യം ചുരുക്കി പറയുവാണെങ്കിൽ പറയാം, സഭയുടെ ദൗത്യം പഠിപ്പിക്കുക, വിശദീകരിക്കുക, നയിക്കുക, ഈ മൂന്നാണ്. ഈ മൂന്ന് കാര്യങ്ങളാണ്. അപ്പം അതിനു വേണ്ടിയിട്ടാണ് ഈശോ സഭ സ്ഥാപിച്ചത്. അതിനു വേണ്ടിയിട്ടാണ് ഈശോ പിതാവ് പുത്രനെ ലോകത്തിലേക്ക് അയച്ചത്. പഠിപ്പിക്കുക, വിശുദ്ധീകരിക്കുക, നയിക്കുക. ആദ്യ ത്രിവിധ ദൗത്യമാണ്. അപ്പം ആ ദൗത്യം ആണ് ഇന്നും സഭയ്ക്കുള്ളത്. അപ്പം ഈശോ വന്നത് ഇത് കാര്യം വേണ്ടിയിട്ടാണ്. ഈശോ ബാലനായിരുന്നപ്പോൾ പരിശീലനം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ സിനഗോഗിലെ നസ്രത്തിൽ സിനഗോഗിൽ പഠിപ്പിക്കാൻ ചെന്നു. അപ്പോൾ ഐശ്യാസ പ്രവാചകന്റെ ഗ്രന്ഥം ഈശോയ്ക്ക് കൊടുത്തു. ഈശോ പുസ്തകം വായിച്ചു നോക്കിയപ്പോഴേക്കും ഈ ഭാഗമുണ്ടത്. അതെ, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരോട് സുവിശേഷം പഠിക്കുവാൻ ഞാൻ അഭിഷിക്തനായിരിക്കും. അന്തർകാഴ്ച നടക്കുന്നതിനും ബന്ധർക്ക് മോചനം നൽകാനും ബന്ധരെ മോചിപ്പിക്കുന്നതിനും എല്ലാം ഇതിൻ്റെ രക്തചുരുക്കമായിട്ട് ദൈവത്തിന് സ്വീകാര്യമായിട്ട് മത്സരം പ്രസംഗിക്കാനായിട്ട് ആണ് ഞാൻ അയക്കപ്പെട്ടത്. ഈ ദൈവം നിങ്ങളെല്ലാവരും കേട്ടിരിക്കെ ആ ദൗത്യം എന്നിൽ നിറവേറിയിരിക്കുന്നു ഈശോ പറഞ്ഞു. അപ്പോൾ ഈശോ അയക്കപ്പെട്ടത് എന്തിനായിരുന്നു? ദരിദ്രരോട് സുവിശേഷം വയ്ക്കാനായിട്ട്, ദൈവത്തിന് സ്വീകാര്യമുണ്ട് മത്സരം പ്രസംഗിക്കാനായിട്ട്. ദൈവത്തിന് സ്വീകാര്യമുണ്ട് മത്സരം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഇഷ്ടം പ്രസംഗിക്കുന്നവരാണ്, അല്ലെങ്കിൽ ദൈവരാജ്യം സ്വർഗരാജ്യം പ്രസംഗിക്കാനാണ് ഈശോ. അതാണ് സഭയുടെ ഇന്നത്തെ ദൗത്യവും. അതിനുവേണ്ടിയാണ് ഇത് വേണമെങ്കിൽ തീർച്ചയായിട്ടും പാപത്തിൽ നിന്ന് മോചിപ്പിച്ച് വേണ്ടി നമ്മൾ ദൈവത്തിന് മക്കളാക്കേണ്ടിയിരുന്നു. അതിനാണ് ഈശോ ലോകത്തെയും പഠിക്കുകയും മരിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഈശോ പ്രസ്മരെ വിളിച്ച് ഞങ്ങൾ ലോകം മുഴുവൻ പോയി സുവിശേഷം പഠിപ്പിക്കുക പഠിപ്പിക്കാറുണ്ട്. സുവിശേഷം പഠിക്കുന്ന സാക്ഷികളാകുക. ഞാൻ വന്നത് സുഖത്തിൽ നിന്ന് വന്ന് എൻ്റെ പിതാവിനെ രക്ഷിപ്പിക്കാൻ വേണ്ടിയാണ്. ആ പിതാവ് എന്നിലും ഞാൻ പിതാവിനുമാണ്, എന്നെ കാണുന്ന പിതാവിനെ കാണുന്നത്. അപ്പോൾ ഈശോ നമുക്ക് കാണിച്ചെന്ന നമുക്ക് അദൃശ്യമുണ്ട് പിതാവിനെ നമുക്ക് കാണിച്ച് സാക്ഷിയായിരുന്നു ഈശോ. അതുപോലെ നമ്മുടെ ഈ പിതാവിന് സാക്ഷി സംഘം, ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഇവിടെ ഞാനാണ് ജീവൻ. ഞാനാണ് ജീവൻ എന്ന് പറയുമ്പോഴല്ലോ നിങ്ങൾ ജീവിക്കേണ്ട ജീവൻ ഞാനാണ്. ഈശോ അത് നമ്മൾ പ്രത്യേകമായിട്ട് അടുക്കത്തെ താഴ്ത്തി ഈശോ വിസ്തൃപാനം സ്ഥാപിച്ചപ്പോൾ ഈശോയുടെ ജീവിതം പൂർണ്ണമാകുന്നത് ഈശോയുടെ ബലിയർപ്പണത്തിലൂടെയാണ്. ഈശോയുടെ ആ ബലിയർപ്പണം നമ്മൾ പിന്തുടരുന്നപ്പോഴാണ് പെസഹായ്ക്ക് ആരാധനാക്രമണത്തിലൂടെ അടയാളങ്ങളിലൂടെ ബലിയർപ്പിക്കാനായിട്ട് വിസ്തൃപാനം സ്ഥാപിച്ചത്. ആ വിസ്തൃപാനം സ്ഥാപിച്ചിട്ട് ഈശോ പറഞ്ഞു, എൻ്റെ ശരീരമാണ് നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവാൻ, രക്തമാണ് വാങ്ങി പാനം ചെയ്യുവാൻ. ശരീരം ഭക്ഷിക്കുകയും പാനം ചെയ്യുവാൻ നിത്യജീവനുണ്ട്. ഉണ്ടോ? ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ. ഈ ദൗത്യമാണ് സഭയുടെ. ഇതെന്നായാലും കഴിഞ്ഞ കാലത്താണെങ്കിലും അടുത്തതിനും ഒരാളുടെ കാലത്തും ഇതിലപ്പുറമായിട്ടൊരു ദൗത്യം സഭയ്ക്കില്ല. അപ്പോൾ ഈ ദൗത്യം നിർവഹിക്കുമ്പോൾ അതിന് മുൻഗണന കൊടുക്കുമ്പോൾ മാത്രമേ ഉള്ളൂ നമ്മൾ സഭയുടെ യഥാർത്ഥ അവരുടെ മക്കളായി ജീവിക്കാൻ പറ്റുള്ളൂ. ഈ ഒരു മൂന്ന് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സഭയ്ക്ക് ഇന്നത്തെ കാലത്ത് എന്തെങ്കിലും വെല്ലുവിളി ഉള്ളതായിട്ട് പിതാവിന് തോന്നുന്നുണ്ടോ? വളരെ വളരെ വെല്ലുവിളികളുണ്ട്. സഭയ്ക്ക് ആദ്യം തുടങ്ങിയ വെല്ലുവിളികളുണ്ട്. കാരണം ഇന്നുമുണ്ട്. കാരണം ഒരു ശത്രുവുണ്ട്. സഭയുടെ ശത്രു പിശാചാണ്. അവൻ ശക്തനാണ്. പിശാച് ആരാണ്? മാലാഖമാരാണ് പിശാചുകളായത്. അവൻ ആദ്യം തുടങ്ങി ഇതിനെതിരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്.
അതിലെ പത്രോസിയെ പറഞ്ഞത് വിശ്വാസത്തിന്റെ ദൗത്യം എന്നാണ്. ആരെ വീഴുന്നുണ്ടോയെന്നറിയാതെ കൊടുക്കുന്ന സിംഹത്തെ പോലെ ാണ്. അപ്പോൾ ആ ശത്രു ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ആ ശത്രു ഇന്ത്യയോട് അനുസരിച്ചുകൊണ്ട് നമ്മൾ സുശേഷം പ്രവർത്തിക്കാനായിട്ട് അനുവദിക്കുകയില്ല. എല്ലാവരും കൊണ്ടുണ്ട്. അപ്പോൾ ആ ശത്രു അനുഭവിക്കുക എല്ലാ വിധത്തിലും ഏത് കാലത്തും അതിനനുസരിച്ചുള്ള എതിർപ്പുണ്ടാകും. അപ്പോൾ എതിർപ്പ് കൊണ്ട് പരാജയപ്പെട്ടു പോയി നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് സുശേഷം പ്രസംഗിക്കാൻ പറ്റില്ല. അതിന് എതിർത്തുകൊണ്ടാണ് പ്രസംഗിക്കുന്നത്. ചിലപ്പോൾ നമുക്കത് നമ്മൾ ചിലപ്പോൾ തോറ്റുപോയെന്ന് വരും. എന്നാലും ഒന്നും പറഞ്ഞില്ലാതെ നമ്മളെ സംരക്ഷിക്കുന്ന കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. ഒന്നിനെ പേര് ഭയപ്പെട്ട അതനുസരിച്ച് നമ്മൾ പോകണം. അതുകൊണ്ട് ഇന്നത്തെ വ്യാസം വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ട്. എങ്കിൽ പോലും നമുക്കതിന് ഭയപ്പെടേണ്ട കാര്യമില്ല. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കൂടെ, ഒന്നിനും ഭയപ്പെടേണ്ട കാര്യമില്ല. നിങ്ങളുടെ ആവശ്യമുള്ളതിനെ പറ്റി ഒന്നിനെയും ആഗ്രഹം വേണ്ട. ഇത് ഭക്ഷിക്കുന്നതെന്നോ ഇത് പാനം ചെയ്യുന്ന ഒന്നിനെ പറ്റി ആഗ്രഹം പാടില്ല. ഇതെല്ലാം നിങ്ങൾ തരും. ഞാൻ പിതാവാണ്. അതുപോലും അതിനാവശ്യമായിട്ടുള്ള വ്യവസ്ഥ എന്താണ്? ആ ഇച്ച തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ് വ്യവസ്ഥ? ഈ ആഗ്രഹപ്പെടാതിരിക്കണമെങ്കിൽ ഒരു കാര്യത്തെ പറ്റി നമ്മൾ ആഗ്രഹം. അതേതാ? ആദ്യമായിട്ട് ദൈവരാജ്യവും നീതിയും മനസ്സിലേക്ക് വേണം. അപ്പോഴാണ് എല്ലാം കൂട്ടി ചേർത്ത്. അപ്പോൾ ഈ ആദ്യത്തെ കൂട്ടി അതാണ് നമ്മുടെ ആദ്യ രക്ഷയിൽ നിത്യസ്വഭാവത്തിൽ ചെന്ന് ചേരുവാണ്. ആ നിത്യസ്വഭാവികത നമ്മൾ ചിന്തയിൽ നിന്നിട്ടുണ്ടല്ലോ. വേറെ യാതൊരു പ്രയോജനം. ലോകം മുഴുവൻ നേടിയാലും എൻ്റെ ആത്മാ നശിച്ചാൽ പ്രയോജനമില്ല. ആ കാര്യത്തെ നമുക്ക് ബോധ്യം ഉണ്ടാകണം. ആ ബോധ്യം ജീവിച്ചു കഴിഞ്ഞാൽ ഏത് പ്രതിബന്ധ ഉണ്ടായാലും എന്തെല്ലാം പ്രയാസം ഉണ്ടായിരുന്നു, എത്ര വെല്ലുവിളി വന്നാലും ഭയപ്പെട്ട കാര്യമില്ല. കാരണം നമുക്ക് സാധനമുണ്ട്. അസാധ്യമായിട്ട് ഒന്നുമില്ലാത്ത ദൈവം നമുക്ക് കൊണ്ടുള്ളതാണ്. അവിടെ വിശ്വാസം വേണം. അപ്പോൾ നമ്മൾ ഈ വചന പ്രഘോഷം വഴിയായിട്ട് പഠിപ്പിക്കൽ വഴിയായിട്ടാണ് വിശ്വാസം ജനിപ്പിക്കേണ്ടത്. കണ്ടോ? ഈ വചനം കേട്ടുകൊണ്ടാണ് ആവശ്യത്തെ നമ്മൾ വിശദീകരിക്കപ്പെടേണ്ടത്. അപ്പോൾ ആ വിശദീകരണ ജനത്തെയാണ് നയിക്കേണ്ടത്. പിതാവിന്റെ കയ്യിൽ ഒരു പഴയ ക്യാമറ ഉണ്ടെന്ന് കേട്ടു. ഈ ഫോട്ടോഗ്രാഫിയോട് എങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണോ? അതെങ്ങനെയാ ഉണ്ടായത്? എനിക്ക് വളരെയധികം ഇഷ്ടമായിരുന്നു ഫോട്ടോഗ്രാഫിയോട്. അന്ന് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടും വിഷമമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഞാൻ വൈദികനായത് 1963 ആ വർഷം തന്നെ അവധിക്കാലത്ത് സ്വിറ്റ്സർലൻഡിൽ ഞാൻ ഒരു മാസത്തെ ഒരിടവയിൽ ജോലി ചെയ്യാൻ പോയി. അവിടെ വെച്ച് ഞാൻ ജപ്പാൻ വെച്ചൊരു ക്യാമറ എനിക്കുണ്ടായിരുന്നു. അത് ഞാൻ മേടിച്ചു. അന്നത് ഭയങ്കര അന്ന് ഈ നാട്ടിൽ പറയാറ് ഒരു നല്ല ക്യാമറ സ്റ്റുഡിയോക്കാർക്ക് പോലില്ല. ഇല്ല. അത് പ്രത്യേകിച്ച് റിഫ്ലക്സ് ക്യാമറ ആയിരുന്നു. അതത് നേരെ നോക്കി എടുക്കുന്ന ഫോട്ടോ അല്ലായിരുന്നോ? മൂഡ് നോക്കി ചെന്നല്ലേ? റിഫ്ലക്സ് നേരിട്ട് കണ്ടിട്ട് പിന്നെ സൂം ചെയ്ത് എടുക്കുകയും ചെയ്യുന്ന ക്യാമറ ആയിരുന്നു. അപ്പോൾ ആ ക്യാമറ ശേഷം അവിടെ റോമിൽ ഞാൻ പഠിക്കുന്ന കാലത്തും അതിനുശേഷം പിന്നീട് ഹോളി ലാൻഡിൽ പോകാൻ പറ്റിയ കാലത്തും യൂറോപ്യൻ സംസ്കാരത്തിലെല്ലാം അവിടുത്തെ എല്ലാ ഫോട്ടോകളും ഞാൻ ശേഖരിച്ചിട്ടുണ്ടായിരുന്നു. അത് എനിക്കിഷ്ടമായിരുന്നു. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് വേദപാഠത്തിൻ്റെ കാര്യവും മിഷൻ ലീഗിൻ്റെ കാര്യവും യൂത്തിൻ്റെ കാര്യവും ഉണ്ടാവുകൊണ്ട് ആ ക്യാമറ വളരെ ഉപകരിച്ചു. ഒത്തിരി ഉപകാരപ്പെട്ടു. 10,000 ഫോട്ടോ എൻ്റെ ഉണ്ട്. ഇപ്പോഴും ആ ഫോട്ടോസിൻ്റെ കളക്ഷനൊക്കെ ഉണ്ടോ? ഇപ്പോഴും ഉണ്ട്, എൻ്റെ കളക്ഷൻ ഉണ്ട്. അപ്പോൾ അതിനൊരു കാരണം പ്രധാനപ്പെട്ടതാണ്. ഞാൻ പറഞ്ഞൊരു സുവിശേഷം പ്രസംഗിക്കുന്നുള്ളതല്ലേ? അതെ അതെ. ഈ സുവിശേഷം പ്രസംഗിക്കുന്നുണ്ട് വാക്കുകൊണ്ട് മാത്രമല്ല, ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളിലൂടെ കേൾക്കുന്നുണ്ട്. കുറച്ചേ കേട്ടുള്ളൂ, ദൃശ്യം കൂടുതലുണ്ട്. അപ്പോൾ ഷാലോം ടെലിവിഷന്റെ പ്രധാനപ്പെട്ടതാണ് പറയുക മാത്രമല്ല ഓഡിയോ വിഷ്വൽ. അപ്പം അതിലേക്ക് പറയാം. അതുകൊണ്ട് ഞാൻ ആദ്യകാലത്ത് ഈ ക്യാമറ കിട്ടുന്നതിന് മുമ്പ് തന്നെ സ്ലൈഡ്സ് ഉണ്ടാക്കുമായിരുന്നു. സ്ലൈഡ്സ് എന്നിട്ട് പ്രൊജക്റ്റ് ചെയ്യായിരുന്നു. അന്ന് ഫിലിമൊന്നുമില്ലല്ലോ. ഫിലിമില്ല. അത് മാത്രം ഈ താല്പര്യം കൊണ്ടാണ് അന്ന് തന്നെ ഇവിടെ വെച്ച് കഴിയുമ്പോഴേക്കും ഇവിടെ വന്നതിന് ശേഷം എനിക്ക് താല്പര്യമുള്ളവരാണ് എനിക്ക് സുവിശേഷം പ്രസംഗിക്കുന്ന വാക്കുകൊണ്ട് പറഞ്ഞ പോരാ കാണിക്കാൻ കൊടുക്കുകയാണ്. ആ ദൗത്യം നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ പൗരോഹിത്യത്തിലെ വലിയ ശുശ്രൂഷ ചെയ്തായിരുന്നു. വഞ്ചേരോ സെക്കുന്തോ മത്തയോ മത്തായിയുടെ സുവിശേഷം. അത് സെൻറ്റ് പോൾസുകാരെടുത്തിക്കുന്ന 16mm ഫിലിമായിരുന്നു. ഞാനിവിടെ വന്നൊരു വേദപാഠം വരുമ്പോൾ ഞാൻ ഒരു ഫിലിം മേടിച്ചു. ഇറ്റാലിയനായിരുന്നു. അപ്പോൾ എൻ്റെ ആദ്യത്തെ ദൗത്യത്തിലുള്ള ഈ പറഞ്ഞ ഈ ടെലിവിഷനോ ഒന്നും ഇല്ലാന്നുണ്ടല്ലോ, ആ ഫിലിമിന് ഇടപാട് പൂർണ്ണ കൊണ്ട് കാണിക്കുമായിരുന്നു. അതിൻ്റെ ഏറ്റവും വലിയ ടീച്ചിങ് അതായിരുന്നു. അതിപ്പം ഇറ്റാലിയനല്ലേ, ഞാൻ മലയാളത്തിൽ പറയും.
ഓ. അത് ഓപ്പറേറ്റർ ഞാനായിരുന്നു, എല്ലാം ഞാനായിരുന്നു. എല്ലാം വന്നുപോയിട്ട് നമ്മുടെ നാടുകളിലൊന്നും ഒരു സിനിമയൊന്നും ഇല്ലല്ലേ. ഇല്ല ഇല്ല. അപ്പോഴും 1000 5000 പേര് വരുന്നത് ഈ ചെറിയ ക്യാമറ നോക്കിക്കൊണ്ട് 3-4 മുപ്പത് വരുന്നു. അപ്പോൾ ഞാൻ ഈ എൻ്റെ മത്തായിയുടെ സുവിശേഷം, അതാണ് അവിടുത്തെ ആദ്യത്തെ എല്ലാ ഓഡിയോ വിഷ്വലിൻ്റെ ആരംഭം അതായിരുന്നു. അതിനുശേഷം പിന്നീട് ഞാൻ ഈ വിഷ്വൽ ക്യാമറയുടെ കാര്യം പറഞ്ഞില്ലേ, ദൃശ്യത്തിന് കാണിക്കുന്ന ഒരു വലിയ ശക്തിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അതിനുശേഷം പിന്നീട് ജീസസ് ഓഫ് നസറത്ത് 16 റോളുള്ള കളർ ഫിലിം പഠിച്ചു. അതാണ് നമ്മുടെ തലശ്ശേരി ഉപതയിലെ ഈ വേദപാഠത്തിൻ്റെ എല്ലാത്തിൻ്റെയും ആരവം. അതിൻ്റെയൊക്കെ ബാക്കി പത്രമാണ് ഷാലോ ഒക്കെ. ഷാലോ അത് തീർച്ചയൊന്നുമില്ല, സുവിശേഷം ഉണ്ടായിരുന്നത് അതിൻ്റെ ബാക്കി പത്രമാണ്. ഞങ്ങൾ ആവശ്യം ഷാലത്ത് വന്ന ഈ കാര്യം പറയായിരുന്നു. അതിനുശേഷം പിന്നെ നമ്മുടെ കാര്യം സിസ്റ്റം വന്നു. അവരെ കുളിപ്പും 2 പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു അന്നത്തെ കാലത്തുള്ള പ്രൊജക്ട്. 16 അന്ന് ചിൽഡ്രൻസ് ഫിലിം എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? അത് ഞാൻ ഇതിനോടൊപ്പം തന്നെ അവിടെ തന്നെ ചിൽഡ്രൻസ് ഫിലിം വരുന്നു. അതുപോലെ എന്റർടൈനിന് വേണ്ടേ, അത് ഞാൻ ഈ മദ്രാസിൽ നിന്ന് ഫിലിം കിട്ടുമായിരുന്നു. ഒരു പള്ളി പെരുന്നാളിപ്പോൾ ഞാൻ ആദ്യം ഈശോയെ കാണിക്കും, അതിനുശേഷം പിന്നെ കാണിക്കും. അന്നേരം നമുക്ക് നമുക്ക് എല്ലാവരും ഒന്നില്ലായിരുന്നു. അതിൻ്റെ ആ ദൃശ്യശ്രാവ്യം വിഷ്വലിൻ്റെ പ്രാധാന്യം എനിക്കറിയായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ക്യാമറയോടും ഈ ഫിലിമിനോടും എനിക്ക് താല്പര്യം കണ്ടിരുന്നത്. ഇപ്പം വളരെ ഉന്നത തലത്തിൽ അതിനോട് എനിക്കറിയാം. ഇന്നത്തെ ക്യാമറ ഇപ്പം ഫിലിം കിട്ടിയല്ല, അത് 15 കഴിയുമ്പോഴേക്കും സ്റ്റുഡിയോയിൽ കൊണ്ട് കൊടുക്കണം, വാഷ് ചെയ്യണം. അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അന്നും വളരെ കാര്യമായിട്ട് എൻ്റെ പലരും ചോദിച്ചത് ഞാൻ കൊടുക്കാൻ വെച്ചിരിക്കുകയാണ്. ഒത്തിരി ഇഷ്ടമുണ്ട്, ഒത്തിരി പാട്ടുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്. പിതാവിനോടൊരു കാര്യം കൂടി, ഈ വാർദ്ധക്യത്തിലായിരിക്കുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ടല്ലോ. അപ്പം പിതാവിന് വാർദ്ധക്യത്തിലായിരിക്കുന്നവരോട് എന്താണ് പറയാനുള്ളത്? എനിക്കത് പറയാനുള്ളത് വള്ളപ്പള്ളി പിതാവ് ഞങ്ങളോട് പറഞ്ഞ കാര്യമാണ്. വള്ളപ്പള്ളി പറയായിരുന്നു, വയസ്സ് എന്നാലും വയസ്സനാകരുത്. വയസ്സ് നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല, അറിയാൻ പറ്റില്ല. വയസ്സ് ചെയ്യുന്നതിന് വയസ്സനാകരുത്, നമ്മുടെ ഉള്ളിൽ വയസ്സായി തോന്നരുത്. ജീവിക്കും, ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക, കൊച്ചു കാര്യം ചെയ്യാൻ പറ്റുക. ഞാൻ അതുകൊണ്ട് എപ്പോഴും എന്തെങ്കിലും പ്രയാസമാണ് ഞാൻ എല്ലാ പരിപാടിയും പോകും. അതെനിക്കൊരു ബോറിങ്ങും ഇല്ല. അതുകൊണ്ട് വയസ്സ് ചെന്നാലും വയസ്സുകാലത്ത് ബുദ്ധി കാര്യം ചെയ്യണം. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോഴാണ് സംതൃപ്തി മറ്റൊരു കാണിക്കണം. വയസ്സ് പറഞ്ഞിങ്ങോട്ട് രാഷ്ട്രീയമില്ല. നമ്മുടെ പല കാര്യങ്ങൾ ഓർത്തുകൊണ്ട് ദൈവത്തിന് നന്ദി പറയുന്നതിനും മറ്റു നമുക്ക് പിള്ളേരെ കണ്ടതിനും സന്തോഷിക്കുന്ന അവസരം ചെയ്തുകൊണ്ടിരിക്കുക. ചെയ്യാതിരുന്നാൽ നമ്മുടെ വയസ്സനായി പോകും. ഒരിക്കലും വയസ്സനാകരുത്, വയസ്സ് ചെന്നാലും വയസ്സനാകരുത്. ഓക്കെ. ഈ ഷാലോം പ്രേക്ഷകരോട് എന്താണ് പിതാവിന് നൽകാനുള്ള സന്ദേശം? ഷാലോം പ്രേക്ഷകരോട് എനിക്ക് വളരെയധികം കടപ്പാട് ഉണ്ട്. ഷാലോം ടെലിവിഷനോട് ആദ്യകാലത്ത് വർഗീസിന് കൊടുത്തു വിടായിരുന്ന കാലത്ത് അവിടെ ധ്യാനിക്കാൻ വന്ന ബെന്നിയെ എനിക്കറിയാം. ഷാലോം ഒന്നും ഇല്ലായിരുന്ന കാലത്തല്ലേ എനിക്ക് വ്യക്തിപരമായ പരിചയമുണ്ട്. അതിനുശേഷം അവിടുന്ന് പിന്നെ പ്രചോദനം നേടിയിട്ടാണ് ഈ ഷാലോമിലേക്ക് ബെന്നി മാറിയത്. ബെന്നി വാസം പറഞ്ഞ ഈ വലിയമായി പ്രത്യേകപ്പെട്ട ഒരു വ്യക്തിത്വമാണ്, പ്രത്യേകം തിരഞ്ഞെടുത്ത വ്യക്തിത്വമാണ്. ആ ബെന്നിയുടെ പ്രത്യേകമായിട്ട് വചനം പ്രശ്നിക്ക് ഞാൻ പറഞ്ഞ സഭയുടെ ദൗത്യമില്ലേ, അത് ശരിയായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് പഠിപ്പിക്കുന്നതിനും വിശദീകരിക്കുന്നതിനും നയിക്കുന്നതിനും ഷാലോം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. കാരണം എന്താണ്, ആ ദൈവം ഈശോ നമ്മുടെ ഏൽപ്പിച്ച ദൗത്യം നിർവഹിക്കുന്ന ഒരു വലിയ ഒരു പ്രസ്ഥാനമാണ്. പഠിപ്പിക്കുകയും വിശദീകരിക്കുകയും നയിക്കുകയും ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ഈ ഷാലോമിൻ്റെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോകട്ടെ എന്ന് ആശംസിക്കും. അങ്ങനെ ആ ഷാലോം വഴിയായിട്ട് എല്ലാറ്റും ദൈവത്തെ അറിയണം, അറിയുന്ന ദൈവത്തെ സ്നേഹിക്കണം, സ്നേഹിക്കുന്ന ദൈവത്തിന് ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കണം. ഷാലോം ചെയ്യുന്ന ആ വലിയ വലിയ ദൗത്യം വളരെ വലുതാണ്. അത് ശക്തമായിട്ട് മുന്നോട്ട് പോകണം. അത് വിജയിക്കുകയും ചെയ്യും, വിജയിക്കുമെന്ന്. കാരണം എന്താണ്, തുടങ്ങിയപ്പോൾ ഷാലോത്തിന് ഒന്നുമില്ലായിരുന്നു. ഇപ്പോൾ ദൈവത്തിന് ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിന് ആശ്രയിക്കുന്നവർക്ക് ഒന്നും ഉണ്ടായില്ല. അപ്പോൾ ദൈവത്തെ ആശ്രയിച്ചുകൊണ്ട് അതിൻ്റെ തെളിവാണ് ഷാലോം. അതുകൊണ്ട് നമുക്ക് ദൈവത്തെ ആശ്രയിക്കുക, അപ്പോൾ നമുക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഷാലോത്തിൻ്റെ ദൈവത്തിന് പ്രത്യേകമായിട്ട് ദൈവം തന്നൊരു വലിയ 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 സമ്മാനമാണ് ഷാലോം. അത് തുടർന്നിട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. അത് നിലവിൽ ദൈവത്തിന് നന്ദി പറയുന്നു. പിതാവെ, ഇത്രയും നേരം ഷാലോം പ്രേക്ഷകർക്കൊപ്പം ആയിരിക്കാനായിട്ട് അവിടെ നിന്ന് കാണിച്ച അങ്ങയുടെ വലിയ മനസ്സിന്
എല്ലാ ശാലോം പ്രേക്ഷകരുടെ പേരിലും ഹൃദയപൂർവ്വം നന്ദി പറയുന്നു.